നമസ്കാരം. ഏവർക്കും അറിയാം 27 നക്ഷത്രങ്ങളാണുള്ളത്. അതിൽ ജന്മനാ തന്നെ രാജയോഗ ഗുണങ്ങളോട് ജനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പിറന്നു വീണിരിക്കുന്ന 4 നക്ഷത്രക്കാരുണ്ട്. ഈ 4 നക്ഷത്രക്കാരായ ആളുകൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തമാശയ്ക്ക് തന്നെ അല്ലെങ്കിൽ കളിയാക്കി പറയാറുണ്ട്, അവൻ ഏതൊക്കെ പ്രശ്നം വന്നാലും അല്ലെങ്കിൽ അവൾ ഏതൊക്കെ പ്രശ്നം വന്നാലും 4 കാലിലേ വീഴുകയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ജീവിക്കാനുള്ള വക അവൾ ഒപ്പിച്ചെടുക്കും അല്ലെങ്കിൽ അവർ ഒപ്പിച്ചെടുക്കും, നല്ല രീതിയിൽ കഠിനമായി അധ്വാനിക്കും എന്നൊക്കെ നമ്മൾ ചില ആളുകളെ പറ്റി പുകഴ്ത്തി പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിത മാറ്റങ്ങൾ കണ്ട് നമ്മൾ പറയാറുണ്ട്. അതെന്തെന്നാൽ രാജയോഗ ഗുണങ്ങളോടെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നവരാണിവർ. അപ്പോൾ ഇവർക്ക് വളരെ വലിയ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഇവർ പറന്നുയരും. അത് ഇവർക്ക് ജന്മനാ തന്നെ ഭഗവാൻ നൽകിയ ഒരു വരമാണ്. അതാണ് രാജയോഗ ഗുണങ്ങൾ. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല എങ്കിൽ പോലും ആ ദുഃഖങ്ങളെയൊക്കെയും തങ്ങളുടെ ഒരു നാഴികക്കല്ലായി മാറ്റിയെടുത്ത് ജീവിതത്തിൽ വിജയം കൊയ്യാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ടാകും. ഇവർക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു 30 വയസ്സിന് ശേഷം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുമെന്നതിലും സംശയം വേണ്ട. അങ്ങനെയുള്ള ഒരു 4 നക്ഷത്രക്കാരായ ആളുകളുണ്ട്. ജന്മനാ തന്നെ വളരെയധികം ഭാഗ്യം ഇവർക്ക് നൽകിയാണ് ഭഗവാൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ എന്തെല്ലാം ദുർഘടങ്ങൾ മറ്റൊരു വ്യക്തിക്കാണ് ഈ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ അവർ തകർന്നു പോകും എന്ന് കരുതിയിരുന്ന അവസ്ഥകളിൽ പോലും അവിടെ നിന്നും പിടിച്ചു കയറാനുള്ള ഒരു കഴിവും അതിലേറെ ഭാഗ്യവും ഇവർക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു 4 നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരായിരിക്കും ഇക്കൂട്ടർ. എന്നാലും ആ ദുഃഖങ്ങളെ ഒക്കെയും മാറ്റി സന്തോഷത്തിൻ്റെതായ വഴികൾ സ്വയം തിരഞ്ഞെടുക്കാനും ഇവർക്ക് ജന്മനാ തന്നെ ഭാഗ്യമുണ്ട്. ആ 4 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ വളരെ വലിയ ഉന്നതമായ നിലകളിലൊക്കെ എത്തിച്ചേരാനുള്ള ഉന്നത പദവികൾ അലങ്കരിക്കാനൊക്കെയുള്ള ഭാഗ്യമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ധാരാളം ഭാഗ്യങ്ങളുണ്ട്. എങ്കിലും ഒരുപടി മുന്നിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തന്നെയായിരിക്കും. ഇവർ വസിക്കുന്ന ഗൃഹം ഭാഗ്യം നിറഞ്ഞതായിരിക്കും. ഇവരെ ഭാഗ്യദേവത എന്ന് തന്നെ വിശേഷിപ്പിക്കുക. ഇവരൊരു മരുമകളായിട്ടോ ഒരു ഭാര്യയായിട്ടോ ഒക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലേക്ക് വളരെയധികം ഭാഗ്യവും നേട്ടവും ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഇവരുള്ള ഗൃഹം വളരെയധികം പോസിറ്റിവിറ്റി നിലനിൽക്കുന്നതാണ്. ഇവർക്ക് ചായങ്ങൾ, അതായത് ചിത്രം വര, അതേപോലെ നൃത്തം, സംഗീതം, ഇതിലൊക്കെ വളരെയധികം ഇഷ്ടം, ഒരു അഭിരുചിയൊക്കെ ഉള്ളവരാണ്. നമ്മൾ പറയാറുണ്ട് പാട്ട് പഠിച്ചിട്ടായിരിക്കും ചില ഒരു വ്യക്തികൾ പാട്ട് പാടുന്നത് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത്. പക്ഷേ ഇവർക്ക് സ്വതവേ അത് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുള്ള ശബ്ദം, നല്ല പാട്ട് പാടാനുള്ള കഴിവ്, ഡാൻസ് കളിക്കാനുള്ള, പടം വരയ്ക്കാനുള്ള, അങ്ങനെയൊക്കെയുള്ള വളരെയധികം കഴിവുകളോടും ഭാഗ്യത്തോടും തന്നെ ഭൂമിയിൽ എത്തിയിരിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു പോസിറ്റിവിറ്റി വരികയും ഇവരിൽ നിന്ന് ചില കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ ലഭിച്ച അതുവഴി മറ്റുള്ളവർക്ക് നേട്ടത്തിലൊക്കെ എത്താൻ സാധിക്കും. അത്രത്തോളം ഭാഗ്യവുമായി ജനിച്ചിരിക്കുന്നവരാണ് അശ്വതി നക്ഷത്രജാതർ. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യം വളരെയധികം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണ്. ഭാഗ്യം മാത്രമല്ല, കഠിനമായി അധ്വാനിക്കുന്നവരാണ് ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കരുതലും തുണയും കൂടെ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇവർ വളരെയധികം നേട്ടം, ജന്മനാ തന്നെ നേട്ടങ്ങളോടുകൂടി ഭൂമിയിലേക്ക് എത്തിയവരാണ്. ഇവരുടെ ഒപ്പം ഗൃഹത്തിൽ വസിക്കുന്നവർക്കും ഇവർ നിമിത്തം വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. വളരെയധികം കഠിനമായി അധ്വാനിച്ച് വളരെ വലിയ ഉന്നതമായ പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യവും ജന്മസിദ്ധമായിട്ട് ഭരണി നക്ഷത്രക്കാർക്കുണ്ട്. തിരുവോണം നക്ഷത്രം പോലെ തന്നെ എപ്പോഴും തിരുവോണം അനുഭവിക്കാൻ, അതായത് തിരുവോണ നാളിലാണല്ലോ നമ്മൾ എല്ലാവിധ സന്തോഷത്തോടു കൂടി, ഭക്ഷണ സമൃദ്ധിയോടുകൂടി ആഘോഷിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം നമുക്ക് തിരുവോണം നാൾ കാര്യം. എല്ലാവിധ ഭാഗ്യവും അനുഭവിക്കാനുള്ളൊരു യോഗം ജന്മന ഇവർക്ക് സിദ്ധമായിട്ടുണ്ട്. തൊടുന്നതൊക്കെയും പൊന്നാക്കാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഏത് കാര്യത്തിനെക്കുറിച്ചായാലും ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് അതിന് ഉത്തരവുണ്ടാകുമെന്നത് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ സമയം വളരെയധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ്. മറ്റുള്ളവരെ ഏത് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിലും സഹായിക്കാനുള്ള മനസ്സ്
ഉള്ളൊരു കൂട്ടരാണ്. അത് ഭഗവാൻ കനിഞ്ഞ് തന്നെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അതുവഴി വളരെയധികം പുണ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ വളരെയധികം ഭാഗ്യമുള്ള ഒരു കൂട്ടരാണ് ഇവർ. ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്ന് അല്പം ധനമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവുമുണ്ട്. കാരണം തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തോടൊക്കെ അടുക്കുന്ന ഒരു വേളയിൽ വളരെയധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന ഒരു സമയമാണ്. ജന്മനാ തന്നെ ഭാഗ്യമുള്ളവരാണ്. കൂടാതെ ഇപ്പോഴുള്ള സമയം ഇരട്ടി ഡബിൾ ഭാഗ്യവും നേട്ടവും അല്പം ധനമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താൻ പറ്റിയ ബെസ്റ്റ് സമയം തന്നെയാണിത്. അടുത്ത നക്ഷത്രമായി വരുന്ന ഉത്രട്ടാതിയാണ്. എപ്പോഴും ഭാഗ്യത്തിൻ്റെ ഒരു കരുതൽ, ഒരു തുണ ഇവർക്കൊപ്പം ഉണ്ടാകും. ഇവരുടെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നത് ദേഷ്യമാണ്. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓവറായി തിങ്ക് ചെയ്ത് ദേഷ്യത്തിലേക്ക് ആ കാര്യത്തെ സ്വയം അങ്ങ് എത്തിക്കുകയാണ്. ആ ഒരു സ്വഭാവം മാത്രമാണ് നിങ്ങളുടെ ഭാഗ്യത്തിന് ഒരു മാറ്റു കുറയ്ക്കുന്നതായി വന്നു ചേരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളോട് അവനങ്ങൊരു എടുത്തുചാട്ടക്കാരിയാണ് അല്ലെങ്കിൽ അവളൊരു എടുത്തുചാട്ടക്കാരിയാണ് ഒരു ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ചില ആളുകൾ നിങ്ങളിലേക്ക് കൂട്ടുകൂടാനോ ചങ്ങാത്തം കൂടാനോ വരാതെ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം അനാവശ്യമായ ചിന്ത ഒഴിവാക്കുക. അതേപോലെ തന്നെ അനാവശ്യ കോപവും ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾ പെർഫെക്റ്റ് ആവും. അത്രത്തോളം ഭാഗ്യമുള്ള ഒരു കൂട്ടരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ മാറ്റ് കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ അതിൻ്റെ മാറ്റ് കുറയ്ക്കുകയല്ല. നിങ്ങളുടെ എടുത്തുചാട്ടം, ചില സമയങ്ങളിലെ കോപം, ഇതൊക്കെ നിങ്ങളിലേക്ക് ദൈവാധീനം ചൈതന്യം വരുന്നതിന് മങ്ങൽ വരുത്തും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓവറായിട്ടുള്ള തിങ്കിങ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഇല്ലാത്ത ടെൻഷനുകൾ, ആദികൾ, വ്യാധികൾ നിങ്ങൾ മനസ്സിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഇത് ശരിവെക്കുമോ ഇല്ലയോ എന്നും എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഷെല്ലിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ വളരെയധികം ദൈവാധീനം ഉള്ള ഒരു 27 നക്ഷത്രക്കാരിലെ ഒരു നക്ഷത്രം നിങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ ദൈവാധീനത്തിനും ആ ഭാഗ്യത്തിനും മങ്ങൽ വരുത്തുന്ന പ്രവർത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് അല്പനേരം ബെഡിലിരുന്നൊന്ന് ഭഗവാൻ, ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ആ ദിവസം സുന്ദരമാകും. ആ ദിവസം സുന്ദരമായാൽ നിങ്ങൾ ആരെ മീറ്റ് ചെയ്തോ അവരോട് നിങ്ങൾക്ക് ആ സന്തോഷം പങ്കുവയ്ക്കാനും അവരിൽ നിന്ന് നിങ്ങളിലേക്ക് സന്തോഷം എത്താനും സാധിക്കും. അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ആ ഭാഗ്യം, ജന്മനാ തന്നെ മഹാഭാഗ്യവുമായി ജനിച്ച നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി എത്തുന്നതിന് ഈ ഒരു കാര്യം തന്നെ വഴിയൊരുക്കും. അപ്പോൾ ഏറ്റവും അധികം ജീവിതത്തിൽ ഭാഗ്യവുമായി കുബേര യോഗത്തോടുകൂടി വളരെയധികം ശ്രേയസ് ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗത്തോടുകൂടി ഈ ഭൂമിയിലേക്ക്, ഈ മണ്ണിലേക്ക് പിറന്നു വീണ 4 നക്ഷത്രക്കാർ ഇക്കൂട്ടരാണ്. വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് ജന്മനാ തന്നെ ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗ്യത്തിന് മാറ്റുകൂട്ടുന്നതായിട്ടുള്ള പ്രവർത്തികൾ വേണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുവാനായിട്ട്. വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക.